സ്വർണ്ണക്കൊള്ളയിൽ നടൻ ജയറാമിന് ED സമൻസ്. ചോദ്യം ചെയ്യലിന് ചൊവ്വാഴ്ച ഹാജരാകാൻ നിർദ്ദേശം. പോറ്റിയുമായുള്ള ബന്ധത്തിൽ വ്യക്തത തേടും. സഹിൻ ആന്റണി വാർത്തയുടെ വിശദാംശങ്ങളുമായി തത്സമയമുണ്ട്. സഹിൻ, ഗുഡ് മോർണിംഗ്. SIT നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടൻ ജയറാമിനെ ചോദ്യം ചെയ്തിരുന്നു. ഇത് ഈ ED കൂടി വരുമ്പോൾ ഈ പോറ്റിയുമായി എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായോ? അക്കാര്യത്തിലാകുമോ വ്യക്തത തേടാൻ നീക്കം? തീർച്ചയായിട്ടും സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തിലെ വ്യക്തത തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മനസ്സിലാക്കേണ്ടത്. നടൻ ജയറാം പല ഘട്ടങ്ങളിലും ഇത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ മാധ്യമങ്ങൾക്കും ഒപ്പം തന്നെ SITക്കും നൽകിയിട്ടുള്ളതാണ്. അന്നെല്ലാം അദ്ദേഹം പറഞ്ഞിരുന്നത് പോറ്റിയുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവും തനിക്കില്ല. പല ഘട്ടങ്ങളിലും പോറ്റി തന്നെ വിളിച്ചതുകൊണ്ട് മാത്രമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ താൻ ഇടപെട്ടത്. പ്രത്യേകിച്ചും തന്റെ ഭക്തി കൊണ്ട് തന്നെയാണ് താൻ ഇക്കാര്യങ്ങളിലെല്ലാം ഇടപെട്ടത് എന്നുള്ളതായിരുന്നു ജയറാം പറഞ്ഞിരുന്നത്. ഇക്കാര്യങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൂടി ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നടൻ ജയറാമിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചു വരുത്താൻ തീരുമാനിച്ചതും. വരുന്ന ചൊവ്വാഴ്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി കടവന്ത്ര യൂണിറ്റിൽ ഹാജരാകാനാണ് നടൻ ജയറാമിനോട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നലെയാണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമൻസ് ജയറാമിന് കൈമാറിയിരിക്കുന്നതും. ഇപ്പോൾ നമുക്കറിയാം, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള അന്വേഷണവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോകുകയാണ്. ശബരിമലയിലെ മറ്റ് സമാന സമയങ്ങളിൽ നടന്നിട്ടുള്ള കൊള്ളകളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശക്തമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് നടൻ ജയറാമിനെ കൂടി ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചത്. നേരത്തെ തന്നെ നമ്മൾ പുറത്തുവിട്ട വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പോറ്റിയുമായി ആർക്കെല്ലാം ബന്ധമുണ്ടായിരുന്നോ അതെല്ലാം കൃത്യമായി ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കഴിഞ്ഞ ആഴ്ചയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനായത്. പിന്നീട് ഈ പ്രതികളുടെ ചോദ്യം ചെയ്യലിലേക്ക് ED കടക്കുന്ന ഘട്ടത്തിൽ ഈ തൽക്കാലം ധൃതി വേണ്ട എന്നൊരു നിലപാടിലേക്ക് ED എത്തിയിരുന്നു. പിന്നെ മാത്രമല്ല, ജയറാമിന്റെ കേസിലാണെങ്കിൽ SIT ചോദ്യം ചെയ്യുകയും SIT ക്ലീൻ ചിറ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്തതാണ് നടൻ ജയറാമിന്. അപ്പോൾ EDയുടെ ഇപ്പോഴത്തെ ഒരു നീക്കം അത് എന്തെങ്കിലും സൂചനയുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കുമോ? കാരണം കഴിഞ്ഞ ദിവസം വരെ ഇനിയിപ്പം ഈ ധൃതി പിടിച്ച് ഈ പ്രതികളെ ഒന്നും ചോദ്യം ചെയ്യണമെന്നൊരു നിലപാടിലായിരുന്നല്ലോ. സേതു, ഇതിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്. SITയെ പോലെ ആയിരിക്കില്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം. അവർ പ്രധാനമായിട്ടും ഇത് സംബന്ധിച്ചുള്ള പണമിടപാടും സാമ്പത്തിക ഇടപാടും കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്തിട്ടുള്ള പണത്തിന്റെ ഓരോ കണക്കും, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എല്ലാ പണത്തിന്റെയും കണക്കുകൾ അവർ പരിശോധിക്കും. അപ്പോൾ ഈ പണം ഏതെല്ലാം രീതിയിലാണ് കൈമാറിയിട്ടുള്ളത്, ഏതെല്ലാം രീതിയിലാണ് പറ്റിയിട്ടുള്ളത്, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള രസീതുകൾ കൈമാറിയിട്ടുണ്ടോ, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ബാങ്ക് ഇടപാടുകൾ നടക്കാതെ ഇരുന്നിട്ടുണ്ടോ, ഇക്കാര്യങ്ങളെല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരിശോധിക്കേണ്ടതായുണ്ട്. അതുകൊണ്ട് തന്നെ ജയറാം ഈ പോറ്റിക്ക് ഏതെങ്കിലും തരത്തിൽ പണം കൈമാറിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജയറാം പോറ്റിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ, അതിൽ സാമ്പത്തിക ഇടപാട് നടന്നത് എങ്ങനെയാണ്? ബാങ്ക് മുഖേനയാണോ, അല്ലെങ്കിൽ കള്ളപ്പണ ഇടപാടാണോ, അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലാണോ പണമിടപാട് നടന്നിരിക്കുന്നത് എന്നൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ശക്തമായ ഒരു അന്വേഷണം ഇത് സംബന്ധിച്ചുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സേതു, ഓക്കെ. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. അങ്ങനെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കാര്യങ്ങൾ സംസാരിച്ചു. ഒന്നാമത്തേത്, ഈ കേസിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. കാരണം ഇന്നലെ തന്നെ കോടതിയുടെ ഇടക്കാല ഉത്തരവിലുണ്ടായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി വീണ്ടും പ്രത്യേകിച്ച് കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസിനോട് അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞിരുന്നു. മറ്റൊന്ന്, ഇനിയിപ്പം ഈ വിജിലൻസ് അന്വേഷിക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ ആളുകൾ ഈ ഒരു ഫ്രെയിമിലേക്ക്, നമ്മൾ ഇതുവരെ കണ്ടതല്ലാതെ കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരികയാണോ എന്നുള്ളത്. കാരണം ഇപ്പോൾ ഈ നിലവിൽ ഇത്രയും ദിവസം നമ്മൾ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ ചർച്ചകളിൽ UDF CPMനെ പ്രതിരോധത്തിലാക്കുന്നു, അല്ലെങ്കിൽ ഭരണമുന്നണിയെ പ്രതിരോധത്തിലാക്കുന്നതാണ് കണ്ടുകൊണ്ടിരുന്നത്. പിന്നീട് ഈ സോണിയാഗാന്ധിയുടെ ചിത്രമൊക്കെ വന്നതിന് ശേഷമാണ് ഭരണപക്ഷം ഒന്ന് തിരിച്ചടിച്ചു തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഡയറക്റ്റ് നേതാക്കൾക്കെതിരെയൊക്കെ വരുന്നു. ഈ ആന്റണിക്കെതിരെ അന്വേഷണം വരുന്നു. അതേപോലെ തന്നെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തു. ഇപ്പോൾ 2017 ആകുമ്പോഴത്തേക്ക് നമുക്കറിയാവുന്ന പോലെ പ്രയാറിന്റെ ഭരണസമിതിയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പേരിലേക്ക് വരുന്നു. അജയ് തറയിൽ അടക്കമുള്ള ആളുകളിലേക്കൊക്കെ അന്വേഷണമൊക്കെ എത്തുന്നു. കൊടിമരം മാറ്റി സ്ഥാപിക്കലുമായി ബന്ധപ്പെട്ട വാഹനമൊക്കെ ഈ തന്ത്രിയുടെ കയ്യിൽ കൊടുക്കുന്നത് ഈ ആളുകളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും രണ്ട് മുന്നണിയും ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ ഇതിലിനിയിപ്പം ദേവസ്വം വിജിലൻസും കൂടി അന്വേഷണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ ആളുകളൊക്കെ നമ്മൾ ഈ കണ്ടതിനും അപ്പുറം ഇതിലേക്ക് വരുമോ എന്നുള്ളതും അറിയണം. അതിനോടൊപ്പമാണ് ഇപ്പോൾ ഈ നടൻ ജയറാമിന് ED ഈ കേസുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അപ്പം വിവരങ്ങൾ നൽകുകയായിരുന്നു നമ്മുടെ സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന്.